ിലൂടെ നമ്മുടെ മനസ്സ് പാകപ്പെട്ട് പള്ളികളുമായൊരു സ്നേഹബന്ധം നമുക്കുണ്ടാക്കാൻ സാധിച്ചാൽ നേട്ടം തന്നെയാണ്. അതേ സമയത്ത് നമ്മളെ ഈ നേട്ടങ്ങളിൽ നിന്നൊക്കെ പിറകോട്ട് വലിക്കുന്ന പുതിയ പുതിയ തന്ത്രങ്ങളും ആളുകളും വിനോദങ്ങളും രസകരമായ ഭക്ഷണ വിഭവങ്ങളും ടൈം പാസുകളും ഒക്കെ ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. പല ജില്ലകളിലൂടെയും യാത്ര പോകുന്ന സമയത്ത് കാണുകയാണ്, വഴിയോരങ്ങൾ നിറയെ ഉപ്പിലിട്ടതാണ്, മുളകിലിട്ടതാണ്, പുതിയ പുതിയ ഐറ്റം ദമ്മ് സോഡകൾ പുറത്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെ റമദാനല്ല പുറത്ത് ചാടുക. അതിന്റെ ആൾക്കാർ നമ്മൾ ഉണ്ടെങ്കിൽ വിജയിക്കുമെന്ന് കച്ചവടക്കാർക്കും അറിയാം. ഇതിങ്ങനെ ഇറങ്ങി വന്ന് ആളുകൾ മഗ്രിബ് നമസ്കാരം മുതൽ രാത്രി 12 മണിക്കും 1 മണിക്കുമൊക്കെ ആളുകൾ അങ്ങാടിയിലിരുന്ന് ഈ ഉപ്പിലിട്ടത് തിന്നാനും ഈ സോഡകൾ തന്നെയും പുതിയ പുതിയ പേരിറക്കി ആളുകൾ ആകർഷിപ്പിക്കും. മുഹബത്ത് സർബത്ത്, കസർബത്ത് സർബത്ത്, പുതിയ പുതിയ കിളിവാറി, പുറംമാന്തി, ഗർഭം കലക്കി ഓരോ ഐറ്റംസ് ഇങ്ങനെ പേരും കൊടുത്തിട്ട് ഇതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ നടക്കുക ഓരോരുത്തർ. എന്നിട്ട് ഓൻ പറയാണ് ഞാൻ എല്ലാത്തും ടേസ്റ്റ് നോക്കി. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ റമദാൻ സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്നത്? ദിർഹമിനേക്കാൾ ദീനാറുകളേക്കാൾ വിലണ്ട് എന്ന് പറഞ്ഞ ആ സമയം നമ്മൾ എവിടെയാ കളക്കിക്കൊണ്ടിരിക്കുന്നത്? ആലോചിക്കണം. ഇന്ന് ഈ വിഷയം അറിഞ്ഞ് മനസ്സിലാക്കി ചില പഞ്ചായത്തുകളിൽ ആരോഗ്യ വകുപ്പ് ഡിപ്പാർട്ട്മെന്റ് ഇറങ്ങിയിട്ട് ഇത് പൂട്ടിച്ച സ്ഥലങ്ങളുണ്ട്. ഇത്തരം സ്ഥലങ്ങളിൽ, ഇത്തരം കേന്ദ്രങ്ങൾ ഇത് നോമ്പുമായി ബന്ധപ്പെട്ട് അവരുടെ ആരോഗ്യത്തിന് വല്ലാതെ ദോഷകരമായി ബാധിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിൽ ജനത്തിരക്കും ജനബാഹുല്യവും കാരണം കൊണ്ട് പോലീസ് ഇടപെട്ട് ഇത്തരം കേന്ദ്രങ്ങൾ പൂട്ടിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാനിത് ആരുടെയും വ്യക്തിവിദ്വേഷത്തിന്റെയോ കച്ചവടക്കാരോട് ദേഷ്യം ഉണ്ടായിട്ടോ പറയല്ല. ഇതൊക്കെ കച്ചവടക്കാരുടെ കച്ചവടത്തിനെ നമുക്കൊരിക്കലും എതിർപ്പില്ല. പക്ഷേ റമദാനിൽ ഇത് വേണ്ടായിരുന്നു, അത്രേ പറയണുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളെ, നമ്മുടെ ദീനാണ്, നമ്മുടെ ദീനിനെ ഒരിക്കലും തന്നെ ഇങ്ങനെ കളഞ്ഞു കുളിക്കുന്ന, അത് നഷ്ടപ്പെടുന്ന, അതിന്റെ ഇബാദത്തും സ്വാധീനവും ചൈതന്യവും നഷ്ടപ്പെടുന്ന രൂപത്തിൽ ഒരു കാര്യവും വരാതിരിക്കാൻ ആരൊക്കെ എന്തൊക്കെയുമായി വന്നാലും നമ്മളാണ് നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തേണ്ടത്. സുഹൃത്തുക്കളെ, അതോടൊപ്പം ഈ വിശുദ്ധ റമദാൻ എന്ന് പറഞ്ഞാൽ സകല തെറ്റുകളോട് തിന്മകളോട് രാജിയായി എല്ലാത്തിൽ നിന്നും മുക്തമാകാനുള്ള മാസമാണ്. പുതിയ പുതിയ തെറ്റുകൾ തുടങ്ങാനുള്ളതല്ല. ചെയ്തതും കഴിഞ്ഞു പോയതും തീർത്ത് ക്ലോസ് ചെയ്യാനുള്ള മാസമാണ്. എത്ര പേർക്ക് അതിന് സാധ്യമാകണം? മനുഷ്യരാണ് നമ്മൾ. മനുഷ്യന്റെ മനസ്സറിയുന്ന അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലൂടെ പഠിപ്പിച്ച ഒരു ഭാഗമുണ്ട്. ഇന്നൻ നഫ്സ ലഅമ്മാറതും ബിസ്സൂഇ ഇല്ലാ മാ റഹിമ റബ്ബി. എന്റെ റബ്ബ് കാരുണ്യം കാണിച്ചാലല്ലാതെ എല്ലാ മനസ്സുകളും തെറ്റുകളിലേക്ക് സ്വാധീനം കൂടുതലുള്ളവരാണ്. മനസ്സാണോ? തെറ്റുകളോട് സ്വാധീനം ഉണ്ടാകും, ചെയ്യണമെന്ന ടെൻഡൻസി ഉണ്ടാകും, കൂടുതൽ കൂടുതൽ തെറ്റുകളിലേക്ക് താല്പര്യരാകാൻ സാധ്യതകളുണ്ട്. പക്ഷേ അള്ളാഹ്ക്ക് ഇഷ്ടം തെറ്റുകൾ സംഭവിച്ചാൽ പോലും മനുഷ്യർ തൗബ ചെയ്ത് നന്നാകുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. തെറ്റെല്ലാവർക്കും സംഭവിക്കാം. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ വയുഹിബ്ബുൽ മുതതഹിരീൻ. എല്ലാ നിലക്കും അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ശുദ്ധീകരിക്കുന്ന ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമാണ്. മനസ്സും ശരീരവും ഒരുപോലെ പാപരഹിതമാകാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ അങ്ങനത്തെ ആളുകളെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അള്ളാഹുവിന്റെ ഗുണം പഠിപ്പിക്കുന്ന ആയത്ത് ഗാഫിരിദ് ദംബ്, പാപം ചെയ്തവന്റെ പാപം പുറത്തിരുന്നതിനാണ് അല്ലാഹ്. വഖാബിലിത് തൗബ്, തൗബ ചെയ്യുന്നവന്റെ തൗബ സ്വീകരിക്കുന്നവനാണ് അല്ലാഹ്. അള്ളാഹ്ക്ക് മടിയില്ല. മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ അള്ളാഹിനോട് ഏറ്റുപറഞ്ഞാൽ പുറത്തു തരാൻ, വിട്ടുതരാൻ അള്ളാഹ്ക്ക് മടിയില്ല. നമുക്ക് മനസ്സുണ്ടാവണം, പടച്ചോനെ എനിക്ക് പുറത്തു തരാം. നമ്മൾ ചെയ്ത പാപങ്ങളുടെ കൂമ്പാരങ്ങൾ ആലോചിക്കണം. സ്വകാര്യതകളിൽ, സാമ്പത്തിക രംഗത്ത്, കച്ചവട രംഗത്ത്, കുടുംബജീവിതങ്ങളിൽ, മറ്റു പലയിടങ്ങളിലുമായി നാം നമ്മുടെ തെറ്റുകളെ കുറിച്ച് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. നമുക്കറിയാവുന്ന എത്ര സംഭവങ്ങൾ, നമ്മ അറിയാത്ത എത്ര സംഭവിച്ചു പോയി. എന്നാലും അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, നീ തെറ്റു ചെയ്തതിന്റെ പേരിൽ ഒരിക്കലും നിരാശനാവണ്ട. ഞാനൊന്നും ഇനി നന്നായിട്ട് കാര്യമില്ല, ഞാനൊന്ന് നോമ്പോറ്റിട്ട് കാര്യമില്ല, ഞാനൊന്ന് നിസ്കരിച്ചിട്ട് കാര്യമില്ല. നമുക്കങ്ങനെ തോന്നലുണ്ടോ? ഞാൻ അത്രമാത്രം കൊടും പാപിയാണെന്ന തോന്നലുണ്ടോ?
അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്ത് സുമറിലൂടെ പറഞ്ഞു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് തെറ്റു ചെയ്ത അടിമകളോട് പറയണം നബിയേ. എന്താ പറയേണ്ടത്? ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാന്റെ റഹ്മത്തിൽ നിങ്ങൾ നിരാശരാകരുത്. എനിക്കൊന്നും തൗബയില്ലാന്ന് നിങ്ങൾ വിലയിരുത്തരുത്. അള്ളയാണ് പറയുന്നത്, നിങ്ങൾ നിരാശരാകരുത്. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ. സുഹൃത്തുക്കളെ, അള്ളാഹ്ക്ക് നമ്മളോടുള്ള സ്നേഹത്തെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്ക്. അള്ള എല്ലാം പുറത്തു തരാൻ ഒരുക്കമാണ്, തയ്യാറാണ്. അള്ള പുറത്തു തരുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അള്ള ഗഫൂറാണ്, അള്ള റഹീമാണ്. ഇതറിഞ്ഞുകൊണ്ട് വേണം റമദാൻ കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു നല്ല മനുഷ്യനായി പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുന്നവനായി നമ്മൾ മാറണം. നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ പല തെറ്റുകളും ചെയ്യുന്നത് നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ ഇച്ഛകളെയും പിൻപറ്റിയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹുവിനു വേണ്ടി നീ ഒരു തെറ്റിൽ നിന്ന് മാറി നിന്നാൽ അല്ല നിനക്ക് പകരം അതിനേക്കാൾ നല്ലത് തന്നിരിക്കും. നീ ഇപ്പൊ വിചാരിക്കുന്ന ഒരു തെറ്റുണ്ടല്ലോ, ആ തെറ്റ് പടച്ചോനെ വിചാരിച്ച് നീ മാറിയാൽ നിനക്കതിനേക്കാൾ നല്ലത് പടച്ചോൻ വേറെ തരും. മൻ തറക ലില്ലാഹി ശൈആ, ആരെങ്കിലും അല്ലാഹ്ക്ക് വേണ്ടി അങ്ങനെ ഉപേക്ഷിച്ചാൽ അബദഹുല്ലാഹു ഖൈറൻ മിൻ, അതിനേക്കാൾ ഉത്തമമായത് അല്ലാഹുവിന് കൊടുക്കുന്നതാണ്. ഏത് രംഗം ഉദാഹരണത്തിന് വെച്ച് നോക്കാം നമുക്ക്. അതിനേക്കാൾ ഹൈറായത് പടച്ചോൻ തരും. നമ്മൾ എന്താ ചെയ്യേണ്ടത്? യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, പാപികളെ നല്ല വിളിച്ചത്, സത്യവിശ്വാസികളെ, തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ, നിഷ്കളങ്കമായി ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞ്, ഒരഭിനയത്തിനല്ല, റമദാൻ കഴിയളത്തുക്കല്ല, തൽക്കാലത്തിനല്ല, എന്നേക്കുമായി നിന്റെ തെറ്റുകളിൽ നിന്ന് നീ നസീഹത്തായി ഗുണകാംക്ഷയോടെ ആത്മാർത്ഥമായി തൗബ ചെയ്തോ. അല്ല പൊറുക്കാൻ തയ്യാറാണ്, അല്ല സ്വർഗം തരാൻ തയ്യാറാണ്. മഹാനായ അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു ചരിത്രം വ്യക്തിയാണ്. 1992 മുതൽ 1999 വരെ മരിക്കുന്നത് വരെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി 41ഓളം കിതാബുകൾ രചിച്ചിട്ടുണ്ട്. മഹാനവറുകൾ പറയാണ്, അൽ ഇലാജുൽ ഹഖീഖി ലിദ്ദുനൂബ്, പാപം ചെയ്ത മനുഷ്യരെ നിനക്കുള്ള യഥാർത്ഥ പരിഹാരം എന്താ? യകൂന ബിത്തൗബതി ഇലല്ലാഹ്, വേഗത്തിൽ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോ. നീ നശിച്ചിട്ടില്ല, നിന്റെ ജീവിതം തീർന്നിട്ടില്ല, നിനക്ക് രക്ഷപ്പെടാൻ ഇപ്പോഴും വഴിയുണ്ട്. നീ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തോ. വതർകുൽ മആസി, എല്ലാ പാപങ്ങളും നീ ഒഴിവാക്കിക്കോ. വഫിസ്സുദ്ഖി ഫീ ദാലിക, സത്യസന്ധമായി തൗബ ചെയ്യാൻ നീ തയ്യാറായിക്കോ. ഇത് തയ്യാറുണ്ടെങ്കിൽ ഇതുവരെ നീ ചെയ്ത കൂമ്പാരങ്ങൾ, ഹദീസിൽ പറഞ്ഞത്, ആകാശം മുട്ടുവോളം നീ പാപം ചെയ്തവനാണെങ്കിലും നിനക്ക് പുറത്തു തരാം. എന്താ വേണ്ടത്? ഭൂമി പരന്നതോളം നീ ചെയ്ത പാപങ്ങൾ ഉണ്ടെങ്കിൽ പുറത്തു തരാം. അല്ല ഒരുക്കാണ്. നമ്മക്കല്ലേ വിട്ടുകൊടുക്കാനും പുറത്തു കൊടുക്കാനൊക്കെ മടിയുള്ളൂ. അല്ല തയ്യാറാണ്. അതിനെന്താ ചെയ്യേണ്ടത്? ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, നീ തൗബ ചെയ്യണം. അതിന്റെ ഷറത്ത് പാലിച്ച് ചെയ്യണം. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 400 പ്രാവശ്യം പറഞ്ഞാലും തൗബയാകൂല. ആളുകളുടെ ധാരണത്താണ്, ഞാൻ കുറെ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാലേ പ്രശ്നം തീരുന്ന വിചാരിച്ച്. ഇല്ല. ഒരാളുടെ തൗബ എന്ന് പറഞ്ഞ 3 നിബന്ധന അയാൾ പ്രധാനമായി പരിഗണിക്കണം. 3 നിബന്ധന. 1, അയ്യഖ്ലഅനിൽ മഅസിയതി, അദ്ദേഹം ചെയ്യുന്ന പാപങ്ങളിൽ നിന്ന് ഊരിപ്പോരണം. ഇപ്പൊ ചെയ്യണ തെറ്റെന്താന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ആ തെറ്റെന്ന് മാറിപ്പോരാതെ നീ എത്ര അസ്തഗ്ഫിറുല്ലാഹ് കൊണ്ടും കാര്യമില്ല. വേഗം അതൊന്ന് തിരിയണം. അതിന്റെ നഷ്ടങ്ങളെ കുറിച്ച് നീ ആലോചിക്കണ്ട, നിനക്കതിൽ ലാഭമേ ഉള്ളൂ. നീ തെറ്റുകളിൽ നിന്ന് ആദ്യം ഒഴിവാകണം. 2, അയ്യന്തം അലാ ഫിഅലിഹി, ചെയ്ത തെറ്റിന്റെ പേരിൽ നിനക്കൊരു ഖേദമുണ്ടാകണം. ഇവിടെ മറ്റവനെ പറ്റിച്ചിട്ട് നമ്മളിങ്ങനെ സന്തോഷിക്കുകയാണ്, ഞാൻ അത്ര പറ്റിച്ചു. നമ്മൾ എന്തെങ്കിലും വേണ്ടാത്തരം ചെയ്തിട്ട് അത് ബാക്കിയുള്ളവരെ വിളിച്ചറിയിക്കുകയാണ് സന്തോഷം കൊണ്ട്. എന്നാൽ നിനക്ക് തെറ്റു ചെയ്തതിന്റെ പേരിൽ ഖേദവും നിരാശയും സങ്കടവുമാണ് വേണ്ടത്, ചെയ്തു പോയതിന്റെ പേരിൽ.
അതുണ്ടാവണം. 3 അയ്യഅസിമ അലാ അയ്യഊദ ഇലൈഹി, ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റിലേക്ക് പോകൂല എന്ന് ഉറച്ചു തീരുമാനിക്കണം. പിന്നെ ഉലമാക്കന്മാര് പറഞ്ഞത്, മനുഷ്യരോട് ചെയ്ത തെറ്റാണെങ്കിൽ അവരുടെ സമ്പത്ത് കവർന്നെടുത്തു, അവരുടെ അഭിമാനം വ്രണപ്പെടുത്തി, അവരുടെ രക്തം ചിന്തി, എങ്കിൽ അവരോട് പോയി മാപ്പ് ചോദിച്ച് പരിഹാരം കാണണം. നമ്മൾ എത്ര ആൾക്കാരെ കാണേണ്ടി വരും? നമ്മൾ എത്ര ആളോട് പോയിട്ട് മാപ്പ് ചോദിക്കേണ്ടി വരും? ഇനി അള്ളാഹുവുമായി ബന്ധപ്പെട്ട തെറ്റുകളാണ്. നിസ്കാരമില്ല, സക്കാത്ത് കൊടുത്തില്ല, ഹജ്ജിന് പോയിട്ടില്ല, ചെയ്യേണ്ട ബാധ്യത ചെയ്യാത്തവരാണെങ്കിലോ അള്ളാഹിനോട് തൗബ ചെയ്യണം. ഇങ്ങനെ നമ്മളങ്ങ് ഒരുങ്ങി പുറപ്പെട്ടാൽ പടച്ച റബ്ബ് ഏറെ മനുഷ്യനെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഈ കാര്യം. രാത്രിയും പകലും അല്ലാഹ് തയ്യാറാണ് പാപം പൊറുക്കാൻ, പകൽ വ്യത്യാസമില്ലാതെ. അപ്പോഴും ചില ആളുകളുടെ മനസ്സിൽ തോന്നുകയാണ്, ഞാൻ ഒരാളെ ഉപദ്രവിച്ചിട്ടില്ല, ഞാൻ ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല, ഞാൻ ഒരാളുടെയും 5 നയാ പൈസ ഞാൻ കവർന്നെടുത്തിട്ടില്ല, ഞാൻ എന്തിനാ തൗബ ചെയ്യുന്നത്? നമുക്ക് തോന്നണം, ഞാൻ എന്ത് തെറ്റാ ചെയ്തിട്ടുള്ളത്? എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്നി അതൂബു ഫിൽ യൗമി 100 മറ, ഞാൻ ഒരു ദിവസം 100 തവണ അല്ലാഹുവോട് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് തെറ്റാ ചെയ്തത്? സ്വർഗത്തിന്റെ കവാടം ആദ്യമായി തുറക്കുന്ന നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം 100 തവണ തൗബ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കെന്തിന് മടി കാണിക്കണം? നമ്മൾ എല്ലാവരും തൗബ ചെയ്ത് മടങ്ങാൻ സന്നദ്ധരാവണം. അള്ളാന്റെ ചോദ്യം ഇതാണ്, അഫലാ യതൂബൂന ഇലല്ലാഹി വയസ്തഗ്ഫിറൂന, അവർക്കെന്താ തൗബ ചെയ്യാൻ പറ്റൂലേ? അവർക്കെന്താ ഇസ്തിഗ്ഫാർ ചെയ്തുകൂടെ? എന്താണ് അവർക്ക് ചെയ്തുകൂടെ? അള്ളാന്റെ ചോദ്യമാണ്. നമ്മുടെ മനസ്സിനകത്ത് നിന്ന് പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകണം. മുത്തഖീങ്ങളുടെ അടയാളം പറയുകയാണ്, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും, മുത്തഖീങ്ങളായ ആളുകൾ എന്തെങ്കിലും ഒരു മ്ലേച്ഛമായതോ തെറ്റായ ഒരു പ്രവർത്തനം ചെയ്തു, സ്വന്തത്തോട് ഒരു അക്രമം ചെയ്ത, ദക്കറുല്ലാഹ്, പെട്ടെന്നവൻ അള്ളാഹുവിനെ ഓർത്ത് ഇതൊരു പാപമാണെന്ന് മനസ്സിലാക്കി, ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അവരുടെ തെറ്റുകൾക്ക് ഇസ്തിഗ്ഫാർ നടത്തും. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറൂ അലാ മാ ഫഅലൂ, അവർ ചെയ്യുന്ന തെറ്റുകളിൽ ഒരിക്കലും ഉറച്ചു നിൽക്കുന്നവരല്ല. മുത്തഖീങ്ങളുടെ അടയാളം പറയാ, തെറ്റു ചെയ്തു എന്ന് ബോധ്യപ്പെട്ട് അള്ളാഹനെ ഓർത്ത് ഇസ്തിഗ്ഫാർ നടത്തും, ഒരിക്കലും തെറ്റിൽ ഉറച്ചു നിൽക്കുന്നവരല്ല മുത്തഖീങ്ങൾ. ഉറച്ചു നിൽക്കുന്നവരല്ല, അതൊന്ന് മാറിപ്പോരുന്നവരാണ്. അള്ളാഹുവോട് നന്നായി ഇസ്തിഗ്ഫാർ നടത്തണം. ഇനി ആളുകൾ ചോദിക്കുക, തൗബ ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പം? നിസ്കാരം ശരിയാവൂലേ? തൗബ ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പം? ഞാൻ ചെയ്ത ഹജ്ജ് ശരിയാവൂലേ? അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, വമല്ലം യതുബ്, ആരെങ്കിലും തൗബ ചെയ്യുന്നില്ലെങ്കിൽ ഫൗലായിക ഹുമുൽ ളാലിമൂൻ, അവർ അക്രമികളാണ്, അവർ പാപികളാണ്. തൗബ ചെയ്യാത്തവർ പാപികളാണ്. ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിട്ടുണ്ട്, നീ പാപിയാണോ, ഇസ്തിഗ്ഫാർ ചെയ്ത് തെറ്റുകളിൽ നിന്ന് മടങ്ങിക്കോ, നിനക്ക് രക്ഷപ്പെടാം. അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിക്കോ, അനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമു, അള്ളാഹുവിലേക്ക് മടങ്ങിക്കോ. അല്ലാഹു ഗഫാറാണ്, പാപം പുറത്ത് മനുഷ്യനെ അങ്ങേയറ്റം സഹായിക്കുന്ന, അവന് ഗുണകരമായി പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മുടെ തെറ്റുകളുടെ മുമ്പിൽ നമ്മൾ ഇരുന്നൊന്ന് കരയണം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ വിലപ്പെട്ട പലരെയും നഷ്ടപ്പെട്ടപ്പോ നമ്മൾ കരഞ്ഞുപോയി. ഒരുപാട് ജീവിതത്തിന്റെ ദുഃഖകരമായ ഭാരങ്ങൾ തലക്ക് പിടിച്ചപ്പോ നമ്മൾ അറിയാതെ കണ്ണുനീര് വാർത്തു പോയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു രാത്രി നമ്മൾ ചെയ്ത തെറ്റിനെ കുറിച്ചോർത്ത് അള്ളാന്റെ മുമ്പിൽ ഒറ്റക്കിരുന്ന് നമ്മൾ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടോ? കരയാൻ പറ്റിയ മാസമാണ്, സമയത്തിലാണ്. നമ്മുടെ തെറ്റിനെ കുറിച്ചോർത്ത് അള്ളാഹുവിനെ കുറിച്ച് ഒറ്റക്കിരുന്ന് ഓർക്കുന്നു. എന്നിട്ട് 2 കണ്ണൊന്നും ഇങ്ങനെ കണ്ണുനീർ ധാരധാരയായി പൊഴിക്കുന്നു. കരയണം. നമ്മളൊക്കെ ചെയ്ത പാപത്തിന്റെ ദുരന്തം അനുഭവിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ടാകും, എത്ര വ്യക്തികളുണ്ടാകും, എത്ര ആളുകൾ നമ്മളെ കുറിച്ചോർത്ത് നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ നോട്ടം കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുത്തിയ എത്ര മനുഷ്യരുണ്ടാകുന്ന ആലോചിച്ച് കരയാൻ ഇനിയും മടി കാണിക്കണ്ട.
പടച്ചവന്റെ മുമ്പിൽ ഇഷ്ടപ്പെടാനുള്ള മാർഗം അതാണ്. മഹാനായ യഹ്യ ബിൻ മുആദ് റഹിമഹുള്ള രേഖപ്പെടുത്തുകയാണ്, താബഈ പണ്ഡിതനാണ്, ഹിജ്റ 258 മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ രേഖകളിൽ കാണാൻ സാധിക്കും, മനുഷ്യ നീ തൗബ ചെയ്താൽ താഇബി ഫഖ്റൻ, തൗബക്കാരാ നീ അഭിമാനമാണ്, നിനക്ക് അഭിമാനിക്കാം. ഫരിഹല്ലാഹു ബിതൗബതി, തൗബ ചെയ്യുന്നവന്റെ ആ പ്രവർത്തനത്തിൽ അല്ലാഹ് സന്തോഷിക്കുന്ന കാര്യമാണ്. തെറ്റ് ചെയ്തിട്ട് പിന്നെയും അല്ലാഹ് സംഭവിച്ചു പോയി എന്ന് പൊട്ടിക്കരയുന്നത് അല്ലാഹ്ക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ ഒരു മനുഷ്യൻ തെറ്റുകളിൽ നിന്ന് മാറാനും നന്നാകാനും തീരുമാനിച്ചു, ശ്രദ്ധിച്ചോളി, തെറ്റ് ഇനി ആവർത്തിക്കണില്ല, ഇനി നന്നാവണം, ഇനി എന്തായിരുന്നാലും ഒരു നല്ല ജീവിതം ഉണ്ടാകണമെന്ന് ഈ ദിവസങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവണം എങ്കിൽ ശ്രദ്ധിച്ചോ, നിനക്ക് തെറ്റുകളിലേക്ക് ഇനി പോകാതിരിക്കാൻ മഹാനായ പണ്ഡിതൻ ഹാത്തിമുൽ അസം റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 237 ഖുറാസാനിൽ വെച്ച് മരണപ്പെട്ട ആ താബഈ പണ്ഡിതൻ പറയാണ്, ഇനി മുതൽ നീ തെറ്റു സംഭവിക്കാതെ ജീവിക്കണമെങ്കിൽ 4 കാര്യങ്ങളൊന്ന് നിന്റെ ജീവിതത്തിൽ ശ്രദ്ധിച്ചോളണം. നന്നാകാനൊക്കെ തീരുമാനിച്ചു, പക്ഷെ പിന്നെ റമദാൻ കഴിഞ്ഞ പിന്നെ നമ്മൾ പഴയ ലെവലിലേക്ക് മാറാണ്. അതിന്റെ ഉദാഹരണം പറയാണ്, ഒന്ന് നീ ശ്രദ്ധിക്കേണ്ടത് അൻ തഹ്ഫദൽ ലിസാന മിനൽ ഗീബതി വൽ കദിബി വൽ ലഗ്വി. നീ തൗബ ചെയ്ത് നന്നാകാൻ തീരുമാനിച്ചോ എങ്കിൽ ഇനി മുതൽ നീ നിന്റെ നാവിനെ ശ്രദ്ധിക്കണം. സകല പാപങ്ങളുടെയും ഒരു വലിയ വഴിയാണ് നാവ്. അത് നുണയില്ലാത്ത, കദിബില്ലാത്ത, കള്ളം പറയാത്ത, ഗീബത്ത് വരാത്ത, നമീമത്തില്ലാത്ത, ലഗ്വില്ലാത്ത, അനാവശ്യങ്ങളില്ലാത്ത, തെറി പറയാത്ത, ഇരട്ടപ്പേര് വിളിക്കാത്ത നല്ല ഒരു നാവാക്കി നിന്റെ നാവിനെ നീ മാറ്റാൻ ശ്രമിച്ചോ. ഇല്ലെങ്കിൽ നിന്റെ തൗബയ്ക്ക് വെറുതെ ആകും. ആ നാവ് കൊണ്ട് തന്നെ നിനക്കെതിരെ ആളുകൾ പരലോകത്ത് വരും. നാവ് ശ്രദ്ധിക്കുക. രണ്ടാമത്തേത് അൻതുഫാരിഖ അസ്ഹാബസ്സൂ. നിലവിൽ നീ തെറ്റു ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നിന്റെ കൂട്ടുകാരന്മാരാണ്, ചങ്ങാതികളാണ്, പിയർ ഗ്രൂപ്പാണ്. അവരിൽ നിന്ന് നീ ഉൾവലിയണം. ഇല്ലെങ്കിൽ നീ വീണ്ടും സിഗരറ്റ് ഇനിയും കുത്തും. നീ മദ്യത്തിന്റെ കോപ്പകളിൽ ഓരോന്നോരോന്ന് ചോദിക്കും. നീ മദ്യത്തിന് ഷെയർ ഇനിയും കൊടുക്കും. എപ്പോ? നീ ഇതിന്റെ ആളാണെങ്കിൽ, നീ ചീത്ത കൂട്ടുകെട്ടിന്റെ ആളാണെങ്കിൽ വീണ്ടും അതേ കൂട്ടുകാരിലേക്ക് നീ മടങ്ങി ചെന്നാൽ ഈ തോബ നിനക്ക് ഓർമ്മ ഉണ്ടാവൂല, ഈ റമദാൻ നിനക്ക് ഓർമ്മ ഉണ്ടാവൂല. അതുകൊണ്ട് ഹാത്തിമുൽ അസം റഹ്മത്തുള്ളാഹി പറയാണ്, നിലവിൽ നീ തെറ്റു ചെയ്യാൻ സാധിക്കുന്ന രൂപത്തിലുള്ള കൂട്ടുകെട്ടുണ്ടോ അതൊന്ന് പോരണം. അങ്ങനത്തെ നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ടോ, ആ കൂട്ടുകളിൽ നമ്മൾ മാറണം. അങ്ങനത്തെ ക്ലബുകളിൽ നീ അംഗമാണോ, നീ അതിന്ന് മാറണം. അപ്പോഴേ നിനക്ക് നന്നാകാൻ ഇനി അവസരമുള്ളൂ. മൂന്നാമത്തേത് ഇദാ ദക്കർത ദംബ തസ്തഹീ മിനല്ലാഹ്. നീ ഒരു തെറ്റു ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കൊതിക്കുമ്പോ, ആലോചിക്കുമ്പോ ആരും കാണുന്നില്ല, വാതിലടച്ചിട്ടുണ്ട്, എന്റെ മൊബൈൽ ഫോണാണ്, പാസ്വേഡ് ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നലുണ്ടാകുമ്പോഴും നീ അല്ലാഹുവിൽ നിന്ന് ലജ്ജിക്കണം കേട്ടോ. അല്ലാഹ് കാണുന്നുണ്ട്, അല്ലാഹ് എന്നെ നോക്കുന്നുണ്ട്. ഇത്രയും നിഅമത്ത് എനിക്ക് തന്ന റബ്ബിന്റെ മുമ്പിൽ ഞാൻ എങ്ങനെയാ ഈ തെറ്റ് ചെയ്യുക എന്ന് ആലോചിച്ച് ഓർമ്മിക്കണം നീ തെറ്റു ചെയ്യുമ്പോ. 4 ഇനിയും തെറ്റുകളിലേക്ക് വീഴാൻ സാധ്യതയുള്ള മനുഷ്യ, ഒരു തെറ്റിന്റെ മുമ്പിലെത്തുമ്പോ നീ മരണത്തെക്കുറിച്ച് ഓർത്തതിന് തയ്യാറായിക്കോ. നാളെ മദ്യപിച്ചുകൊണ്ട് മദ്യപാനത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ ആലോചിക്കണം, ഞാൻ മദ്യപാനിയായി അടുത്ത ദിവസം മരിച്ചാൽ എന്റെ കഥയെന്താ? ഞാനൊരു ഹറാം ആസ്വദിച്ച് നോക്കി കണ്ട് ആസ്വദിച്ച് ജീവിച്ച മനുഷ്യ, ആ രാത്രി ഞാൻ മരിച്ചാൽ എന്റെ അവസ്ഥ എന്താ? ഓരോ പാപങ്ങൾ ചെയ്യുമ്പോഴും ചിന്തിക്കണേ, ഇത് കഴിഞ്ഞ അടുത്ത ദിവസത്തിലോ സെക്കൻഡിലോ ഞാൻ മരിച്ചാൽ ഒരു പാപം ചെയ്ത് മരിക്കുന്നവനായി മാറുകയാണ്. ഇതൊന്ന് ഓർത്തു നോക്കിക്കോ, എങ്കിൽ നിനക്ക് പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസ്ഥയുണ്ടാകും. മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി കവിതകളിലൂടെ ഒരു ഉപദേശം പറയുകയാണ്, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ ഖവാ അലാ നാരിൽ ജഹീമി. അല്ലാഹുവേ, ഞാനൊന്നും ഫിർദൗസിന് യോഗ്യനല്ല. ആരാ പറയണേ? ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. ഞാനൊന്നും ഫിർദൗസിന് യോഗ്യനല്ല, ഞാൻ അതിന് മാത്രം വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. വലാ ഖവാ അലാ നാരിൽ ജഹീമി. പക്ഷേ നരകത്തിന്റെ കഠിനമായ ചൂട് സഹിക്കാൻ എനിക്ക് ശക്തിയില്ല അല്ലാഹ്.
എന്നെ രക്ഷപ്പെടുത്തണം. ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി, അല്ലാഹ് എനിക്ക് തൗബ സ്വീകരിക്കണം, എന്റെ പാപങ്ങളൊക്കെ പുറത്തു തരണം. ഫഇന്നക ഗാഫിറുദ് ദംബിൽ അളീമി, നീ എല്ലാ പാപം പുറത്തു തരുന്നവനല്ലേ അല്ലാഹ്, എനിക്ക് പുറത്തു തരണം. എന്നിട്ട് പറയാ ദുനൂബി മിസ്ലു അഅദാദിർ റിമാലി ഫഹബ്ലി തൗബതൻ യാദൽ ജലാലി, എന്റെ പാപങ്ങൾ മരുഭൂമിയിലെ മണൽത്തരികളോളമുണ്ട് പടച്ചോനെ, പക്ഷെ ഞാൻ നിന്നോടാണല്ലോ തൗബ ചെയ്യുന്നത്, നീ പൊറുക്കണം. പ്രിയപ്പെട്ടവരെ, സ്വന്തം തെറ്റിനെ കുറിച്ച് ആലോചിക്കുക. ഇന്നല്ലെങ്കിൽ ഇനി അവസരമില്ല. മരണത്തിന്റെ മുമ്പ് തൊണ്ടക്കുഴിയിൽ ഗർഗറ എന്ന ശബ്ദം വരുന്നതിന്റെ മുമ്പ് അള്ളാഹ് നമ്മുടെ തൗബ സ്വീകരിക്കാൻ തയ്യാറാണ്. മരണപ്പെടുന്ന സമയത്ത് മരണവെപ്രാളത്തിൽ പടച്ചോനെ ഞാൻ നന്നാകാമെന്ന് പൊട്ടിക്കരഞ്ഞിട്ട് കാര്യമില്ല, അള്ളാഹ് സ്വീകരിക്കൂല. മരണത്തിന്റെ മുമ്പ് എല്ലാത്തിൽ നിന്നും ഓരോരുത്തർക്കും അറിയാം അവന്റെ സ്വകാര്യതകൾ, അവൻ ചെയ്ത തെറ്റുകൾ, അവനവൻ ചെയ്ത കുറ്റകൃത്യങ്ങൾ. പശ്ചാത്തപിച്ച് നന്നായി മടങ്ങാൻ ഇതൊരു സമ്പൂർണ്ണ അവസരമായി മനസ്സിലാക്കി പടച്ചറബിന്റെ മുമ്പിൽ പാപങ്ങളില്ലാതെ എത്താൻ, ഖൽബൻ സലീമായി എത്താൻ നമ്മളൊക്കെ കൊതിച്ചാഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أيها الإخوة والأخوات أوصيكم وإياي ثانيا بتقوى الله. അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് ഭക്തരായ തഖീങ്ങളായി ജീവിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ വളരെ സമാധാനപരമായ ഒരു ജീവിതത്തിന് ഭക്ഷണം വേണം, വസ്ത്രം വേണം, വിദ്യാഭ്യാസം വേണം, പാർപ്പിടങ്ങൾ വേണം, ചികിത്സ വേണം, വിവാഹം വേണം. ഇതൊക്കെ നടന്നു പോകാൻ നമുക്ക് അല്ലാഹു നൽകുന്ന പണം നമുക്ക് വേണം. ഈ സമ്പത്തും പണവും സൗകര്യങ്ങളും ഒക്കെ തരുന്നത് പടച്ചോനാണ്, അത് മറക്കാൻ പാടില്ല. ഈ ലോകത്തെ മുഴുവൻ നമ്മുടെ എത്ര ആസ്തിയുള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ നമ്മളല്ല. ഇതിൻ്റെതാന്ന് നമ്മൾ പറയാം. ആ സ്വത്തിന്റെ ഉടമ അള്ളയാണ്. ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി, ആകാശത്തിലും ഭൂമിയിലുമുള്ള മുഴുവൻ വസ്തുക്കളും അള്ളാഹ്ക്കുള്ളതാണ്. അള്ളാഹ് ചില ആളുകൾക്ക് റിസ്ക് അങ്ങനെ കൊടുക്കും, ചില ആളുകൾക്ക് റിസ്ക് ഒന്നിങ്ങനെ കൊടുസാക്കി കൊടുക്കും. അതൊക്കെ അള്ളാന്റെ ഖദർ പോലെ ഇരിക്കും. എന്നാൽ അള്ളാഹ് നമുക്ക് നൽകുന്ന സമ്പത്തിന്റെ കാര്യത്തിൽ അതെല്ലാം നിന്റേതല്ല. വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂം, ചോദിച്ചു വരുന്നവർക്ക്, അർഹതപ്പെട്ട ആളുകൾക്ക് നിന്റെ സമ്പത്തിൽ ഒരു ഓഹരിയുണ്ട്. ചെറിയൊരു ശതമാനം നിന്റേതല്ല. നീ നിന്റേതാന്ന് പറയാം, പക്ഷെ അത് നിന്റേതല്ല, നീ കൊടുക്കേണ്ടതാണ്. അതിനാണ് നമ്മൾ അറബിയിൽ സക്കാത്ത് കൊടുക്കുക എന്ന് പറയുന്നത്. വിശുദ്ധ റമദാൻ മാസത്തിൽ സക്കാത്ത് കൊടുക്കണമെന്നുള്ള കൽപ്പനയൊന്നുമില്ല. പക്ഷേ പൊതുവെ ജനങ്ങൾ അത് കണക്ക് കൂട്ടി മനസ്സിലാക്കി അതിനെ ഒന്ന് ക്രമീകരിക്കാനും അതൊന്ന് ആലോചിച്ച് പഠിച്ചു മനസ്സിലാക്കിയിട്ട് അതിനെ വേഗത്തിൽ പൂർത്തിയാക്കാനും ശ്രമിക്കാറുള്ളത് കൊണ്ട് തന്നെ ഈ ഇരിക്കുന്ന സദസ്സിലുള്ള മുഴുവൻ ആളുകളോടും പറയാനുള്ളത്, നമ്മൾ നിസ്കരിക്കുന്ന ആളുകൾ, ഹജ്ജിന് പോയ ആൾക്കാരൊക്കെ ഉണ്ടാവും, പക്ഷേ സക്കാത്ത് കൊടുക്കാത്ത നല്ലൊരു ശതമാനം നമ്മുടെ നാട്ടിലുണ്ട്. എന്നിട്ട് ജനങ്ങൾ പറയുന്ന കാരണം എന്താ അറിയോ? ഞാൻ പാലിയേറ്റീവിന്റെ അതിൽ 2000 രൂപ കൊടുത്തു, ഞാൻ മറ്റേ രോഗിന്റെ പ്രശ്നം ഉണ്ടായപ്പോ ഞാൻ 500 രൂപ കൊടുത്തു, പിന്നെ വേറൊരാൾ പിരിവുകൊണ്ട് വന്നപ്പോ ഞാൻ 400 രൂപ കൊടുത്തു, അതുകൊണ്ട് എന്റെ സക്കാത്ത് കഴിഞ്ഞിട്ടില്ല. സക്കാത്തിന് കണക്കുണ്ട്, ആ കണക്ക് തീരണം. സക്കാത്തിന് അവകാശികളുണ്ട്, അവകാശികൾക്ക് കിട്ടണം. സക്കാത്ത് കൊടുക്കാൻ ഒരു സമയമുണ്ട്, സമയം കണക്കാക്കണം. സക്കാത്തിനൊരു തോതുണ്ട്, തോതനുസരിച്ച് കൊടുക്കണം. ഇത് പഠിക്കാൻ, ഇത് മനസ്സിലാക്കാൻ എത്ര പേര് ശ്രദ്ധിക്കാറുണ്ട് എന്ന് ആലോചിക്കുക. അള്ളാഹുവിന്റെ ഖുർആൻ നിസ്കാരത്തിന്റെ കൂടെ പറഞ്ഞു, വഅഖീമുസ്സലാ വഅതുസ്സകാ,
നമസ്കാരം നിലനിർത്തണേ, സക്കാത്ത് കൊടുക്കണേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ചിലരൊക്കെ പറഞ്ഞു, നിസ്കാരം മതി, സക്കാത്ത് ഞങ്ങൾ കൊടുക്കൂല. അതൊക്കെ നബി തങ്ങളുടെ കാലം കഴിഞ്ഞല്ലോ, ഇനി എന്തിനാ സക്കാത്ത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു ഒട്ടകത്തിന്റെ മൂക്കുകയറാണ് നിങ്ങൾ സക്കാത്തിന്റെ കൊടുക്കാനെങ്കിൽ ഞാനത് വേടിച്ചിരിക്കും, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യും. അത്രക്ക് സ്ട്രോങ് ആയിട്ടാണ് അവർ സക്കാത്തിനെ കണ്ടത്. അതുകൊണ്ട് വർഷം തികയണം, നമ്മുടെ ഉടമസ്ഥയിലുള്ളതാവണം, നമ്മുടെ അത്യാവശ്യ ചിലവുകൾ കഴിഞ്ഞ് ബാക്കി വരുന്നതാവണം, കാലാവധി പൂർത്തിയാക്കിയതായിരിക്കണം, വളർച്ചയുണ്ടാകുന്ന സമ്പത്തായിരിക്കണം. അങ്ങനെ നോക്കിയാൽ നമുക്ക് ഏറ്റവും അധികം സക്കാത്ത് കൊടുക്കേണ്ടുന്ന ഒരു മേഖല നമ്മുടെ പണത്തിനാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാർ ചിന്തിക്കുന്നത് വലിയ വലിയ കോടികളുടെ ആസ്തിയുള്ള മനുഷ്യന്മാർക്കാണ് സക്കാത്തിന് ചിരിച്ചിരിക്കുന്ന കുറെ ആളുകളുണ്ടാവും. നമുക്ക് സക്കാത്തൊന്നും ബാധകമല്ല എന്ന് ഞാൻ കണക്ക് വായിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തിന്റെ കണക്ക് പറഞ്ഞു. ആ കണക്കില് പറഞ്ഞത് 595 ഗ്രാം വെള്ളിയുടെ പണമുള്ളയാൾ സക്കാത്ത് കൊടുക്കണം. എത്രയാ? ഇന്നത്തെ വിലയനുസരിച്ച്, വെള്ളിയുടെ വിലയനുസരിച്ച് 39,865 രൂപ കയ്യിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് മിച്ചമുള്ള ആളുകൾ സക്കാത്ത് കൊടുക്കണം. അല്ലെ, ആരും നാട്ടിൽ പെടാത്ത എത്ര ആൾക്കാരുണ്ടാവും ആലോചിക്കുന്നത്. 39,865 രൂപ ആസ്തിയുള്ളവൻ സക്കാത്ത് കൊടുക്കണം. ഇന്നത്തെ കണക്കാണ്. നാളെ വില മാറിയാൽ റേറ്റ് മാറും. കാർഷിക വിളയുള്ള ആളുകളാണോ, അവരുടെ കൃഷിക്ക് സക്കാത്തുണ്ട്. അത് കൃഷി വിളവെടുക്കുന്ന സമയത്ത് 6 കിൻഡലിന്റെ ധാന്യം അതിലുണ്ടോ, 6 കിൻഡൽ ഉണ്ടോ, അയാൾ അതിൽ നിന്ന് 5% സക്കാത്ത് കൊടുക്കണം. വല്ലാതെ നനക്കാതെ അള്ളാന്റെ മഴവെള്ളം കിട്ടിയതുകൊണ്ടോ വലിയ ജോലിയൊന്നും വരാത്ത കൃഷിയാണെങ്കിൽ 10% അയാൾ കൃഷിക്ക് സക്കാത്ത് കൊടുക്കണം. എത്ര പേരാണ് ഇതൊക്കെ ആലോചിക്കാറുള്ളത്? കച്ചവടക്കാരെ, നിങ്ങളുടെ കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കണം, സ്റ്റോക്ക് എടുക്കണം. എത്ര രൂപന്റെ സമ്പത്ത് പാടുണ്ട്? ഒരു വർഷം എനിക്കെത്ര രൂപ ചെലവായിട്ടുണ്ട്? എന്റെ കറണ്ട്, ഈ ഇതിന്റെ വാടക, അനുബന്ധമായ ചിലവുകൾ എത്രയുണ്ട്? അങ്ങനെ മൊത്തം കൂടി കൂട്ടി നോക്കിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളിയുടെ സംഖ്യയുണ്ടല്ലോ, 39,865 രൂപ, ആ കണക്കനുസരിച്ച് നമ്മുടെ അടുത്ത് പിന്നെയും സ്റ്റോക്ക് ഇരിക്കുകയാണോ? അതിന്റെ 2.5%. 2.5% എന്ന് പറഞ്ഞ ഒരു പണിയില്ല. നിങ്ങളുടെ സംഖ്യ അടിക്കുക, അതിനെ കാൽക്കുലേറ്റർ ചെയ്യാൻ 40 കൊണ്ട് ഹരിക്കുക. 5 ലക്ഷം രൂപന്റെ സ്വത്തുണ്ടോ? 5 ലക്ഷം ഹരിക്കണം 40. നിങ്ങളുടെ എമൗണ്ട് കിട്ടി. അത് കൃത്യമായ സക്കാത്താണ്. അത് നിങ്ങളുടേതല്ല. നമുക്ക് നമ്മുടെ മക്കൾക്ക് തിന്നാൻ കൊടുക്കാൻ പറ്റിയ ഹലാലായ സമ്പത്ത് അതല്ല. സ്വർണമുള്ള ആളുകളാണ് നമ്മൾ. വീട്ടിലുണ്ട്, ആഭരണങ്ങളായി ഉപയോഗിക്കുന്നവരുണ്ട്, ലോക്കറിലുണ്ട്, മറ്റുള്ളവർക്ക് കടം കൊടുത്തതുണ്ട്. സ്വർണമാണോ? സ്വർണത്തിന് സക്കാത്തുണ്ട്. ഒറ്റ കാര്യമാണ്, 10.5 പവൻ സ്വർണമുണ്ടെങ്കിൽ, ഒരു വർഷമായി നമ്മുടെ കയ്യിൽ അതുണ്ടെങ്കിൽ നമ്മൾ സക്കാത്ത് കൊടുക്കണം. അതും ഇതുപോലെ 2.5% കൊടുക്കേണ്ടത്. ഇപ്പൊ 10.5 പവന്റെ സ്വർണത്തിന് ഇന്നത്തെ വില 4,62,000 രൂപയാണ്. അതിന്റെ 2.5% അയാള് സക്കാത്ത് കൊടുക്കണം. തീരൂല. അടുത്ത കൊല്ലം വീണ്ടും ഇതുണ്ടോ? വീണ്ടും കൊടുക്കണം. ഇതിങ്ങനെ സൂക്ഷിപ്പ് സ്വത്തായി ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോ ഇതും കൂടി നമ്മൾ ആലോചിക്കണം. ഇതിനിങ്ങനെ സക്കാത്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ചുരുങ്ങിയത് ഒരാളുടെ കയ്യിൽ 40 പവൻ വന്നിട്ടുണ്ടോ, ഏകദേശത്തെ കണക്കനുസരിച്ച് അയാൾ 1 പവനെങ്കിലും സക്കാത്ത് കൊടുക്കേണ്ടി വരും. സംഖ്യ കൂട്ടിയാൽ 20 പവൻ ഒരാളുടെ കയ്യിലുണ്ടോ, വീട്ടിലുണ്ടോ, സൂക്ഷിപ്പുണ്ടോ, അയാൾ 1/2 പവനെങ്കിലും ഇപ്പത്തെ കണക്കനുസരിച്ച് സക്കാത്ത് കൊടുക്കേണ്ടി വരും. ഈ സക്കാത്തൊക്കെ നമ്മുടെ നാട്ടിലാണ് കിട്ടിയാല് പിന്നെ യാചകരില്ല. പിന്നെ വീടില്ലാത്തതിന്റെ പേര് പറഞ്ഞുകൊണ്ട്, ചികിത്സക്ക് പണമില്ലാത്തതിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആളുകൾ പൊട്ടിക്കരയുന്ന വീഡിയോ കണ്ട് വിഷമിക്കേണ്ട രംഗം വരൂല. നമ്മൾ ഈ കാണുന്ന മുസ്ലിങ്ങൾ സക്കാത്ത് ശരിക്ക് കൊടുത്താൽ തീരാവുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. ഇത് ഈ സമൂഹത്തിൽ വ്യാപിക്കാത്തത് കൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി ഈ വിഷയത്തിന്റെ ഗൗരവം പഠിപ്പിച്ചത് ബോധ്യപ്പെടാത്തത് കൊണ്ടാ. ഇനി ശമ്പളമുള്ള ആൾക്കാരുണ്ടാകും, ജോലി ചെയ്ത് കിട്ടുന്ന അത് വരുമാനം, അതുപോലെ തന്നെ വാടക കിട്ടുന്നവര് പല നിലക്കും. ഇൻഷാ അല്ലാഹ് ഈ ജുമാക്ക് ശേഷം നമ്മൾ ഒരു ക്ലാസ് വെക്കുന്നുണ്ട് സക്കാത്തുമായി ബന്ധപ്പെട്ട സംശയങ്ങളും അതിന്റെ കാര്യങ്ങൾ വ്യക്തമാക്കി തരുന്നതിന് വേണ്ടി. ശമ്പളത്തിന്റെ ആൾക്കാരും ഇതേപോലെ അവന്റെ വർഷത്തിലെ ചെലവുകളും അവന്റെ ദൂർത്തിന്റെയും പൊങ്ങച്ചത്തിന്റെ ഒന്നും നോക്കാൻ പറ്റൂല. അത്യാവശ്യ ചെലവുകളും ചികിത്സയും മറ്റു കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നേരത്തെ പറഞ്ഞ സംഖ്യ, അയാൾ 595 ഗ്രാം വെള്ളിയുടെ സംഖ്യ അയാളുടെ വരുമാനത്തിലുണ്ടെങ്കിൽ 2.5% ശമ്പളത്തിനും സക്കാത്ത് കൊടുക്കണം.
ഇങ്ങനെ തുടങ്ങി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾക്കിടയിൽ ഇത് പ്രചരിക്കാൻ ആവശ്യമായ എല്ലാ ഉപകാര നിർദ്ദേശങ്ങൾ നൽകിയിട്ട് പറഞ്ഞു, ആരെങ്കിലും ഇതിന് മടി കാണിച്ചാൽ സകാത്ത് ആരെങ്കിലും തടഞ്ഞു വെക്കുന്ന ഒരു ഖൗമായാൽ ഇല്ലബ്തലാഹുമുല്ലാഹു ബിസ്സിനീൻ, ക്ഷാമ വരൾച്ചയുടെ കാലഘട്ടം ആ നാട്ടിൽ പ്രചരിക്കും. മഴ കിട്ടൂല, വെള്ളം കിട്ടൂല, കഷ്ടപ്പാടുകൾ ആ നാട്ടിൽ പ്രചരിക്കും സകാത്ത് കൊടുക്കാതിരുന്നാൽ. മറ്റൊരു ഹദീസിൽ ഇല്ലാ ഹബസല്ലാഹു അൻഹുമുൽ ഖത്റ, ആകാശത്തു നിന്ന് പെയ്യുന്ന മഴത്തുള്ളികൾ അല്ലാഹു പിടിച്ചു വെക്കും. സകാത്ത് നാട്ടിൽ കൊടുക്കുന്നില്ലെങ്കിൽ നമ്മളാകരുത് ഒരു നാടിന് തടസ്സമാകുന്ന, ഒരു നാട്ടിൽ ശർറ് പരക്കുന്ന അവസ്ഥയുണ്ടാകരുത്. അതോടൊപ്പം സകാത്തിന്റെ ഓഹരി കഴിഞ്ഞാൽ ബാക്കിയുള്ള നമ്മുടെ സമ്പത്തിൽ നിന്ന് സ്വതക്ക കൊടുക്കണം. സകാത്ത് കൊടുത്തോണം തരും, എന്റെ സകാത്ത് കഴിഞ്ഞു ഇനി എന്നോട് ചോദിക്കരുത്, ആവരുത്. സാധ്യമാകുന്ന എത്ര നമുക്ക് സ്വതക്ക ചെയ്യാൻ പറ്റുന്ന അത്രയും മേഖല ഒരു മുഅ്മിനിന്റെ പ്രയാസമൊന്ന് നീ ലഘൂകരിച്ചു കൊടുത്താൽ അല്ലാഹ് നിന്റെ പ്രയാസങ്ങൾ, നിന്റെ പരലോകത്തെ വിഷമങ്ങൾ അല്ലാഹ് മാറ്റിത്തരുമെന്ന ഹദീസിൽ പഠിപ്പിച്ചത്.